ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ബിൻ സഖർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. ദീർഘമായ ഹദീസാണ്. 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വതക്ക മുതലിനെ ചുരുക്കുകയില്ല. അതാണ് ഒന്നാമത് പറയുന്ന ആശയം. സ്വതക്ക കൊടുത്തിട്ട് ഒരു മനുഷ്യൻ ദരിദ്രനാകുക എന്നുള്ളത് ഉണ്ടാവില്ല, കൊടുക്കായിട്ട് ദരിദ്രനാകുക എന്നുള്ളത് ഉണ്ടാവുക എന്നല്ലാതെ സ്വതക്ക കൊടുത്തതിനാൽ ആള് പാപ്പറായി അങ്ങനെ ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം അതായിരുന്നു. 3 കാര്യങ്ങളാണ് മുത്തുനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വതക്ക മുതലിനെ ചുരുക്കുകയില്ല. പിന്നെ പറഞ്ഞൊരു കാര്യമാണ് വിനയം എന്ന് പറയുന്നത് മനുഷ്യനെ വല്ലാതെ ഉയർത്തും. മൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹ്. അതിന്റെ മനുഷ്യരൂപം ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്. വിനയത്തിന്റെ മനുഷ്യരൂപമാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്. ആർക്കും സംസാരിക്കാൻ പറ്റും, ആർക്കും ഒപ്പം നടക്കാൻ പറ്റും. പ്രായമായപ്പോ ചെറിയ പ്രായത്തിന്റെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. ഉസ്താദിന്റെ യുവത്വം എന്നൊക്കെ പറയണത് അത്ര ഒരു വിനയമുള്ള മനുഷ്യൻ നമ്മളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനത്തെ മനുഷ്യൻ, വിനയത്തിന്റെ മനുഷ്യരൂപം എന്ന് പറയാം. അതന്നെയാണ് ഉയർച്ചയുടെ കാരണവും. മുമ്പ് ഞാന് ഒരിക്കൽ പറയണ്ടായി, 20ാമത്തെ വയസ്സിൽ ജന്മനാട്ടിൽ ഖത്തീബും ഖാദിയുമായി. അങ്ങനെയൊക്കെ ഉസ്താദിനെ കണ്ടപ്പോ ഉസ്താദ് ഞാൻ അങ്ങനെ പറയലുണ്ട്, 20ാമത്തെ വയസ്സിൽ ജന്മനാട്ടിൽ ഖാദിയും ഖത്തീബുമായി എന്ന് പറയലുണ്ട് എന്ന് പറഞ്ഞു. അത് ഔദ്യോഗികമാണ്. അനൗദ്യോഗികം 17ാമത്തെ വയസ്സിലാണ്. ഔദ്യോഗികം 20ാമത്തെ വയസ്സിലാണ്, അനൗദ്യോഗികമായിട്ട് 17ാമത്തെ വയസ്സ് മുതൽ ജന്മനാട്ടിൽ. ഈ ജന്മനാട്ടിൽ എന്നുള്ളടത്ത് അടിയിലൊരു വരടുണ്ടാണ്. ശരിക്കും കാലിന്റെ അടിയത്തെ മണ്ണ് പോയിട്ട് പിന്നെ തലന്റെ മേലെ കുറെ മണ്ണുണ്ടായിട്ട് എന്താ കാര്യം എന്നുള്ളത്. ജന്മനാട്ടിൽ 17ാമത്തെ വയസ്സ് മുതൽ ഖത്തീബും, 20ാമത്തെ വയസ്സ് മുതൽ ഔദ്യോഗികമായി ഖാദിയും, മരിക്കോൾ അങ്ങനെ തന്നെ എന്നതാണ് ഷെയ്ഖുൽ ജാമിഅ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ എന്ന നമ്മുടെ ഉസ്താദ്. അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ കണ്ടുമുട്ടാൻ അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. എത്ര വിഷയന്മാരാ! ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് ആ മനുഷ്യനെ കുറിച്ച് ആളുകൾ നല്ലത് പറയുക എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ആ മനുഷ്യൻ സ്വീകാര്യനാണ് എന്നതിന്റെ തെളിവാകുന്നു എന്നതാണ്. ആർക്കെങ്കിലും നല്ലതല്ലാത്ത മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്നതാണ് പ്രശ്നം. ഒന്നും പറയല്ല. നല്ലതല്ലാത്തവർ ഒന്നും പറയാനുണ്ടാവില്ല എന്നതാണ്. എല്ലാവരിൽ നിന്നും ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ പ്രത്യേകമാക്കുന്ന ഘടകം നല്ല ഇസ്സത്തുള്ള മനുഷ്യൻ, നന്നായി വസ്ത്രം ധരിക്കും. ഞാൻ അങ്ങനെ വസ്ത്രം ധരിക്കുന്ന വേറൊരാളെ പിന്നെ കണ്ടത് അസ്ഹരി തങ്ങൾ പാപ്പാനാണ്. നന്നായി വസ്ത്രം ധരിക്കും. രോഗത്തിൽ കിടക്കുന്ന സമയത്തും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല ഡ്രസ്സ് മാറ്റി തലപ്പാവ് ധരിച്ച് കോട്ടൊക്കെ ഇട്ടിട്ടാണ് പേരയിലിരിക്കുക അസ്ഹരി തങ്ങൾ പാപ്പ. അങ്ങനെ നന്നായി വസ്ത്രം ധരിക്കുന്ന അക്കാലത്ത് അങ്ങനത്തെ തലയെക്കെട്ട് ആലിക്കുട്ടി ഉസ്താദിനെ ഉള്ളവരായിരിക്കില്ല. അന്ന് മറ്റുള്ള ആലിമീങ്ങളുടെ ഒക്കെ കെട്ട് മോശാക്കാൻ വേണ്ടി പറയല്ല, മറ്റുള്ള ആളുകളുടെ ഒക്കെ കെട്ട് വേറെ കെട്ടേ. അങ്ങനെ മനോഹരമായ ഒരു കെട്ട് അക്കാലത്ത് ആലിക്കുട്ടി ഉസ്താദിന് മാത്രമേ ഉള്ളൂ. പിന്നെ പല നിലക്കുള്ള തലകെട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അന്നത് ആലിക്കുട്ടി ഉസ്താദിന് മാത്രം അവകാശപ്പെട്ടതാണ്. മനോഹരമായ വാലോടുകൂടിയുള്ള ഗരിമയുള്ള ആ തലപ്പാവ്. ഈ മനുഷ്യന്മാർക്ക് ചില ഇസ്സത്തുകളുണ്ട്. സിയ്യ് അതിൽ വളരെ പ്രധാനമാണ്. ഓരോ മനുഷ്യനും ആ മനുഷ്യനോടനുസരിച്ച സിയ്യ് വേഷം സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ വളരെ സൂക്ഷ്മത പാലിച്ചിരുന്നു ഉസ്താദ്. അല്ലാഹു ദർജ ഉയർത്തട്ടെ. അൽ ഫാത്തിഹ.